അസ്സലാമലൈക്കും. നബീൻ്റെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെ കൂട്ടുകാർ നിങ്ങളൊക്കെ വർത്താനം, നിങ്ങളൊക്കെ എവിടെ പോയി? അപ്പോൾ നമ്മളിന്ന് മത്തങ്ങയും മൺപയറും കൂടി ഒരു ചെറിയൊരു കറിയാക്കി വെക്കാം കേട്ടോ. ചെറിയ കറി എന്ന് പറഞ്ഞാൽ തോനെ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് ആ കറി മാത്രം മതി. അപ്പോൾ നമ്മളിതിൻ്റെ കുറേ മുമ്പ് ഇതൊന്ന് ഇട്ടതാണ്. പക്ഷേ ഇത് നമ്മളെ വീട്ടിലുണ്ടായതല്ല, ഇത് ഒരാൾ തന്നാട്ടോ. പോലെ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ഇങ്ങനെ കറി വെക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് ഇടണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ മുമ്പ് വെച്ചാൽ ഒരു കൊല്ലം മുമ്പൊക്കെ, ഒരു കൊല്ലം അല്ലേക്കും അതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഓല് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും കൂടി ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി ഓൽക്ക് കാണിച്ചു കൊടുത്താൽ ഓലും ഉണ്ടാക്കിക്കോട്ടെ. നമ്മളെ വീട്ടിൽ മത്തങ്ങയൊന്നുമില്ല, പച്ചമുളകുണ്ട്, കറിവേപ്പുണ്ട്, അങ്ങനത്തെ സാധനമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തണം. ഇതിപ്പോൾ അധികം മൂത്തിട്ടുമില്ല, പറ്റ കുഞ്ഞിയതുമില്ല, അങ്ങനത്തെ നമുക്ക് കിട്ടേണ്ടി കേട്ടോ. കാരണം അധികം മൂത്ത ഒരു മധുരമായിരിക്കും. ഇതുണ്ടോ ഇതിൻ്റെ കുരു, കുഞ്ഞി കുരു കണ്ടോ, ഇങ്ങനത്തെ നമുക്ക് കിട്ടേണ്ടി. അധികം നമ്മൾ കടയിൽ നിന്നൊക്കെ ചിലപ്പം വാങ്ങി കൊണ്ടുവരുമ്പോൾ നല്ല മൂത്തതേക്കും ഉണ്ടാവുക അധികവും. അതിനൊരു ടേസ്റ്റ് കിട്ടൂല, കുറഞ്ഞൊരു മധുരം ഉണ്ടാവും നമ്മൾ കറി വെക്കുമ്പോൾ. അപ്പോൾ ഇതാവുമ്പോൾ ഇത് പാകത്തിനുള്ള മൂപ്പ. അപ്പോൾ ഇതാ ഇതിങ്ങനെ ചെത്തി എടുത്തിട്ട് ഇതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട്, അപ്പോൾ ഇത് ചെത്താതെ വെക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി ചെറുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ താളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ തൊണ്ടൊന്നും ചെത്തി കളയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അരിഞ്ഞു പോകും നമ്മൾ വേവിക്കുമ്പോൾ. അപ്പോൾ ഞാനിത് കുറച്ചൊന്നായിന്, അപ്പോൾ ഞാൻ അതൊന്ന് ചെത്തിക്കളയാം. അപ്പോൾ അതിൻ്റെ പകുതിയാണ്, കഷ്ണത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്. നമുക്ക് വൻപയർ കൂടി ഇടാനായതുകൊണ്ട് കുറച്ച് മതി. അപ്പം അതിൻ്റെ ഈ ഉള്ളിലത്തതൊക്കെ അങ്ങനെ അതിലേക്ക് എടുത്തിട്ടതാണ്. ഈ കഷ്ണം കൂടി ഒന്ന് ചെത്തിയെടുക്കാം. അപ്പം നമുക്ക് ഞാൻ എന്നും പറയുന്ന മാതിരി കുറച്ച് ആൾ ഉള്ളതുകൊണ്ട് കുറച്ച് കറി ഉണ്ടാക്കിയാൽ മതി. അപ്പം നമ്മൾ നട്ടുണ്ടാക്കിയതായതുകൊണ്ട് ഇതിൽ വിഷമൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതെന്താ അപ്പോൾ പറയുക, നമ്മൾ വാങ്ങണമെങ്കിൽ കുറച്ച് നേരം അരിഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം. ഇതിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല പച്ചച്ചാണിട്ട് ഉണ്ടാക്കിയതാവില്ല. നമ്മളൊരു ബന്ധുക്കാരും കൂടിയാണ് പോല് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൊണ്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ വൻപയർ ഞാൻ വേകാൻ വെച്ചിരുന്നു കേട്ടോ. ഒരു 1.5 പിടി വൻപയറടുത്ത്, കാരണം ഇതും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് മതിയല്ലോ. അതിങ്ങനെ അരിഞ്ഞൊക്കെ എടുത്ത് ചെത്തിയൊക്കെ എടുത്ത് ഇതണ്ട ഇനി ഒന്ന് കഴുകിയിട്ടാൽ നമുക്കതിലേക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനത്തെ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മീനൊന്നും ഇവിടെ വരില്ല, എവിടുന്നേലും കൊണ്ടുവരുമോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഉണക്കമീൻ ഉണ്ടായാലും മതി കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ കറി ഉണക്കമീൻ വറുത്തതും ഒരു അച്ചാറോ ചമ്മന്തിയോ വേണ്ട ആൾക്കാർക്ക്. ഇപ്പോൾ ചില ആൾക്കാർക്കൊന്നും ഒരു കറി മാത്രം മതിയാവില്ല, അങ്ങനത്തെ ആൾക്കാർക്ക് കേട്ടോ. അങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ എങ്ങനെ അരിഞ്ഞെടുത്താലും ഇത് വെന്ത് പോകും, ഉടഞ്ഞു പോകും. അപ്പം നമ്മൾ തീരെ കുഞ്ഞിതാക്കി അരിയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇപ്പോൾ നമുക്കൊരു അരമുറി തേങ്ങയും, അരമുറി തന്നെ വേണ്ട, ചെറുതാണെങ്കിൽ അരമുറി, ഒരു പച്ചമുളകും, ഒരു 1/4 സ്പൂണ്, അര സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഒക്കെ ഉണ്ട് അരക്കണം. പിന്നെ കുറച്ചും കൂടി സാധനങ്ങൾ അതിലിട്ടാണ്ട് അരച്ച് വൻപയർ വെന്തിട്ട് നമുക്ക് ഇതാക്കി കൊണ്ടിടാം.
നല്ല ടേസ്റ്റാണ്. അത് പരിഞ്ഞെടുത്ത് വേണ്ട, അങ്ങനെ അരിഞ്ഞെടുത്ത് അങ്ങനെ അരിഞ്ഞാൽ മതി. അങ്ങനെ അരിഞ്ഞാലും അത് വെന്ത് പോകും. അതാ തേങ്ങ അത്ര ആട്ടെ അടുത്ത് അരമുറിൻ്റെ പകുതിയിലേറുണ്ട്. ഇതങ്ങനെ 2 പിടി. അപ്പോൾ നമ്മൾ ഓരോ ഇങ്ങനെ അളവ് കാണിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർ അധികം എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എടുത്താൽ മതി തേങ്ങ. പക്ഷെ നല്ല പച്ചത്തേങ്ങയാണെങ്കിൽ നല്ലതാട്ടോ ഇത്. കരക്കാൻ പച്ചത്തേങ്ങ നല്ല വിളഞ്ഞത് അരക്കരുത്. അതായത് കൊട്ടച്ച ഉണ്ടല്ലോ, അതിന് ഒരു മധുരയ്ക്കും. കുറച്ച് ഇത് മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഒരിച്ചിരി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതിരുക മുളക് പൊടിയാണ് എരിവുള്ള, അത് മതി. നമുക്ക് 2 വെളുത്തുള്ളിൻ്റെ അല്ലി, 2-3 എടുക്കുക ചെറുതായതുകൊണ്ട്. കുഞ്ഞുള്ളി ഒരു 3 ചെറുതാണ്, അതുകൊണ്ട് ഞാനൊരു 2 ചെറുതും കൂടി എടുത്തിരുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ജീരകം വേണം. ഇത് ചെറിയ ജീരകമാണേ. ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ്. അതുകൊണ്ട് മഴ ആയതുകൊണ്ട് ഇത് കേടായി പോയിട്ടില്ല, നല്ലതായി നിൽക്കുന്നുണ്ട്. നമ്മൾ ജീരകമൊക്കെ കൊണ്ടുവരുമ്പോൾ വെയിലുണ്ടാകുമ്പോൾ ഒന്ന് കഴുകി ഉണക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു കേടും വരില്ല, നല്ല ഫ്രഷായിട്ട് നിൽക്കും. ഒരു 3-4 ഇല കറിവേപ്പിൻ്റെ ഇല. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മളെ വൻപയർ ഇവിടെ അടുപ്പത്താട്ടെ ഞാൻ വെച്ച്. അടുപ്പത്ത് വെച്ചാൽ എന്താ വെച്ചാൽ ഗ്യാസ് കഴിഞ്ഞ്, അതുകൊണ്ട് ഞാൻ ഈ അടുപ്പത്ത് വെച്ചാതാണ്ടോ. ഇത് പകുതി 3/4 വേവായിന് ഉണ്ടോ, വെന്ത് തുടങ്ങിയിന്. അപ്പം നമുക്ക് ഈ മത്തങ്ങ അതിക്കിടാം കേട്ടോ. ഇതും കൂടി ഇത് പെട്ടെന്ന് വേവും കേട്ടോ. ഇതും കൂടി ഒന്ന് വെന്താൽ നമുക്ക് അരപ്പൊക്കെ ഇടാം. അപ്പോൾ അതൊന്ന് അവിടെ കിടന്ന് വേവട്ടെ. അപ്പം ഞാൻ ഉപ്പിട്ടില്ല, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. കല്ലുപ്പാട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഇതൊന്നുണ്ട് വേവട്ടെ. തങ്ങിയൊക്കെ വെന്ത് കേട്ടോ, കണ്ടോ പെട്ടെന്ന് വെന്തിണ്. കണ്ടോ ചൂടുകൊണ്ട് തൊടാൻ വയ്യ. ഉണ്ടോ ഈ നമ്മൾ അരപ്പൊക്കെ ഇടുമ്പോഴത്തേനും ഇത് പാകത്തിനായി വരും. അപ്പം നമുക്ക് അരപ്പിടാം കേട്ടോ. നല്ല പോലെ ഫൈനായിട്ട് അരിഞ്ഞിട്ടുമില്ല, എന്നാൽ ഒരു പാകത്തിന് അരച്ചിട്ടിട്ടുണ്ട്. നമുക്ക് മത്തനും വൻപയറും ആയതുകൊണ്ട് തോനങ്ങോട്ട് എന്താ പറയുക, ഒരു അധികം അരയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഈ അരപ്പ് ഒന്ന് കഴുകി വയ്ക്കാം. ജാറൊന്ന് കഴുകി വയ്ക്കട്ടെ. അപ്പം നമ്മളെ തേങ്ങൻ്റെ ചുവയൊക്കെ പോയി. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടൊന്ന് വറവിട്ടാൽ മതി. ഞാനൊരു ചട്ടി അടുപ്പത്താക്കട്ടെ. നമ്മൾ അടുപ്പത്തായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. പുറത്ത് അടുപ്പിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഗ്യാസ് കിട്ടിയിട്ട് വേണം. ഓർഡർ ചെയ്തതാണ്, ഇനി എപ്പോഴാണ് എത്തുകയെന്നറിയില്ല. പക്ഷേ ഈ കറിയൊക്കെ ഇങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കുന്നത് ഒന്ന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതില്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കുറച്ചൊരു പുകയൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് എണ്ണ ഒഴിച്ചു. വറ്റൽമുളക് 3, പിന്നെ കടുക്, കറിവേപ്പില, 2 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇതിലിട്ട് കൊടുക്കാം. ചൂടാണേ
ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് അടുക്കള നമ്മൾ പണി കഴിഞ്ഞില്ല. അപ്പോൾ പുറത്ത് ഇവിടെ ഇങ്ങനെ അടുപ്പുണ്ടാക്കി വെച്ചാൽ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുകൊക്കെ ഈ പാത്രത്തിൽ ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കയറി ഇങ്ങനെ ഇറങ്ങണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഇതങ്ങനെ കിട്ടിയിട്ടുള്ളത് കണ്ടോ. തോനെ വെള്ളമില്ല എന്നാൽ അധികം തിക്കുമല്ലാത്ത രീതിയിൽ ഇതുണ്ട്. നല്ല ടേസ്റ്റ് ആയിക്കാരം. ഒന്ന് വറവിട്ടിട്ട് ഞാൻ ഉപ്പൊക്കെ നോക്കട്ടെ. ഈ വറ്റൽമുളക് ഇടുമ്പോൾ നമ്മൾ എപ്പോഴായാലും ഒന്ന് മുറിച്ചിടണം, അല്ലെങ്കിൽ അതിൻ്റെ ചുവ വരില്ല കേട്ടോ. ഉള്ളിയും കറിവേപ്പൊക്കെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. മൂത്ത് വന്നിട്ടാ നമുക്ക് ഈ കറിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെയാണ് നമുക്ക് ഉള്ളത്. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. വേറെ കൂട്ടാനൊന്നും വേണ്ട കേട്ടോ. നമ്മൾ അടുപ്പത്തൊക്കെ വെച്ച് ഉണ്ടാക്കിയതായതുകൊണ്ട് നല്ല ഒരു കറിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെയും കൂട്ടാൻ തോന്നും നമുക്ക്. ഇത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യുക. എല്ലാ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.